ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സൂറത്ത് യാസീൻ. അല്ലാഹുവിന്റെ അത്ഭുതമാണ്. അല്ലാഹു ഈ ലോകത്ത് സംവിധാനിച്ച ഒരു വലിയ അത്ഭുതമാണ് എല്ലാത്തിനെയും അവൻ ഇണകളാക്കി എന്നുള്ളത്. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര വിശുദ്ധൻ, പരിശുദ്ധൻ. ഒരു അത്ഭുതത്തിലേക്ക് സൂചിപ്പിക്കുന്നിടത്ത് ആ സുബ്ഹാന കൊണ്ട് ഖുർആൻ ആരംഭിക്കാം. അറബി വ്യാകരണം അങ്ങനെയാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ ഇണകളെയും അവൻ പടച്ചു, എല്ലാത്തിനെയും അവൻ ഇണകളാക്കി എന്ന് ചുരുക്കം. മിമ്മാ തുൻബിതുൽ അർദ്, ഭൂമിയിൽ ജന്മമെടുക്കുന്നത് മുഴുവൻ. വമിൻ അൻഫുസിഹിം, മനുഷ്യ ശരീരങ്ങളിൽ. ഒരുപാട് ചിന്തിക്കാനുണ്ട്. ആണിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പെണ്ണിനെ ഇണയാക്കി. ഇണ എന്ന് പറഞ്ഞാൽ ജോഡി എന്നാണല്ലോ. ഒരു ശരീരത്തിൽ തന്നെ വലതിന് ഇടത് ഇണയാണ്, മുകളിലെത്തതിന് താഴെയുള്ളത് ഇണയാണ് എന്ന രീതിയിൽ ഇണ സംവിധാനം അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത നിരവധി കാര്യങ്ങളിലും അല്ലാഹു ഇണ എന്ന സംവിധാനത്തെ വച്ചിരിക്കുന്നു. ഇതൊരു അത്ഭുതമാണെന്ന് ഖുർആൻ. എന്തിനേറെ, ആകാശവും ഭൂമിയും ഇണകളാണെന്ന് പരിചയപ്പെടുത്തിയ പ്രമാണങ്ങളാ നമ്മുടേത്. ആകാശം വാപ്പ, ഭൂമി ഉമ്മ എന്നതാണ് നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത്, അല്ലേ? സൂറത്തുൽ അഅറാഫിന്റെ 96-ാമത്തെ വചനത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം. وذلك لأن السماء تجري مجرى اللبن والأرض تجري مجرى الأم. ആകാശം പിതാവിന്റെ ദൗത്യവും ഭൂമി മാതാവിന്റെ ദൗത്യവും നിർവഹിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിച്ചതായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ല, ഭൂമിയെ ഉമ്മ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. അൻ റബീഅത്തുൽ ജുറശി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. ഇമാം തബറാനി മുഅ്ജമുൽ കബീറുൽ ഹദീസ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, വതഹഫദു അൽ അർള ഫഇന്നഹാ ഉമ്മുകും. നബിയുനാ റസൂലുള്ളാഹി, ഈ ഭൂമിയെ നിങ്ങൾ സംരക്ഷിക്കണം, ഈ പരിസ്ഥിതിയെ നിങ്ങൾ പരിരക്ഷിക്കണം. എന്താ കാരണം? നിങ്ങൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ഈ ഭൂപ്രകൃതി മുഴുവനും നിങ്ങളുടെ ഉമ്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മലയാള ഭാഷ ഒരു ബർക്കത്തുള്ള ഭാഷയാണ്. ജനനി എന്ന ഒരു പര്യായം ഭൂമിയുടേതാ. മാതാവ് എന്നതിനർത്ഥം ജന്മം നൽകുന്നവൾ. തൊട്ടുമുന്നേ സൂറത്ത് യാസീനിന്റെ ആയത്തിലും അല്ലാഹു ഭൂമിയെ ജനനി എന്ന് തന്നെയാ പറഞ്ഞത്. ഭൂമി മുളപ്പിക്കുന്നത്, ഭൂമി ജനിപ്പിക്കുന്നത്, ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൽപാദനം ഭൂമിയുടെ സ്വഭാവമാ. ജനനി, ജനനം ഏകുന്നവൾ എന്ന ഭൂമിയുടെ പര്യായം. അപ്പോൾ ഭൂമി ഉമ്മയാണ്, ആകാശം പിതാവാണ്. ഇണ എന്ന സംവിധാനം സൃഷ്ടാവ് സൃഷ്ടികളിൽ വെച്ചിരിക്കുന്നു. അത് വലിയൊരു അത്ഭുതം. അങ്ങനെ പ്രതിപാദിക്കുന്ന പ്രമാണങ്ങളുടെ ഉടമയായ മുസ്ലിമീങ്ങളിൽ ഇണകൾക്കിടയിലെ ഇണക്കത്തിന് എത്ര പ്രാധാന്യം! അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا. ആകാശം എന്ന പിതാവും ഭൂമി എന്ന മാതാവും മനുഷ്യ നീ അറിയണം. ലോകത്തുള്ള മനുഷ്യരോട് ഖുർആൻ പറയുന്ന ഒരു മാതാപിതാ എന്ന് പറഞ്ഞാൽ ഒരു ദാമ്പത്യ വെല്ലരിയെ കുറിച്ച് പരിചയപ്പെടുത്താ അറിയണേ മനുഷ്യവർഗമേ. അലം നജഅലൽ അർള മിഹാദാ, ഈ ഭൂമിയെ നാം ഒരു വിരിപ്പ് പോലെ ഒരു തൊട്ടില് പോലെ സംവിധാനിച്ചു. അതിനെ വലിച്ചു കെട്ടണം, അതിനെ പിടിച്ചു നിർത്തണം. വൽ ജിബാല ഔതാദ, ഭൂമിയിൽ തന്നെ അതിനുള്ള ആണികളായി പർവ്വതങ്ങളെയും സ്ഥാപിച്ചു. ഖുർആൻ പ്രകൃതിയാ എങ്ങനെ വർണ്ണിക്കുന്നത്. എന്നിട്ടോ വഖലഖനാകും അസ്വാജാ, നിങ്ങളെ അവൻ ആണുങ്ങളും പെണ്ണുങ്ങളുമായി പടച്ചിരിക്കുന്നു. അങ്ങനെ അതിന്റെ തഫ്സീർ ദുകൂറൻ വ ഇനാഥ, നിങ്ങളെ അവൻ ഇണകളായി പടച്ചിരിക്കുന്നു. ഇണകളെ പറഞ്ഞു. വജഅൽനാ നൗമക്കും, ഇണകളിലെ ഇണക്കം ഏറ്റവും കൂടുതൽ, അവരിലെ സംസ്കരണം, അവരിലെ സമന്വയം, അവരിലെ സന്നിവേശം, അവരിലെ സംഗമം, അവരിലെ സായോജ്യം അത് കിടപ്പറയിലാണ്. ഇണകളാക്കി നിങ്ങളെ. ഇണക്കത്തെക്കുറിച്ച് ഇണയെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്ത് പിന്നെ ഇണകളുടെ സ്വകാര്യ സംഗമമായ കിടപ്പറ പറയുന്നു. വജഅൽനാ നൗമക്കും സുബാതാ, നിങ്ങളുടെ ഉറക്ക സ്ഥലങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അല്ലാഹു സുഖ സന്തോഷമാക്കി തന്നു. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് അവന്റെ കിടപ്പറയിലെത്തുമ്പോൾ ആവണം. ആ രീതിയിൽ കുടുംബ ജീവിതത്തിന്റെ രീതികൾ എത്തണമെന്നല്ലേ ഇത് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാം. പിന്നെയോ വജഅൽനൽ ലൈല ലിബാസാ, കിടപ്പറയിൽ മിഥുനങ്ങൾക്കിടയിൽ അല്ലാഹു ഒരു വലിയ സൗകര്യമായി അവനെ രാവിന്റെ ഇരുളിനെ നിങ്ങൾക്കിടയിൽ ഒരു വലിയ മറയായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് കൂടുതൽ സുഭദ്രത നൽകിയല്ല അല്ലാഹുവിന്റെ ഒരു രീതിയെ രണ്ട് ഇണകൾക്കിടയിൽ അല്ലാഹു വെച്ചിരിക്കുന്നതായ രീതികൾ എത്ര മനോഹരമാണ്. പിന്നെയോ വജഅൽനൻ നഹാര മആശാ, ആ രാവ് നീ കഴിച്ചു കൂട്ടി നിന്റെ ഇണയോടുകൂടെ സന്തോഷത്തോടെ. ആ ഇണക്കവും ആ സ്നേഹവും ആ സൗഹാർദ്ദവും ആ സന്തോഷവും ഇന്നും നാളെയും തുടർന്നങ്ങോട്ട് ഉണ്ടാവാൻ സാമ്പത്തികം വരുമാനം നിനക്ക് അത്യന്താപേക്ഷിതമാം. തൊട്ടടുത്ത പകലിനെ ജീവിത സന്ധാരണ മാർഗമായ മഈശത്തിനുള്ള സംവിധാനവും സമയവുമായി അല്ലാഹു സജ്ജീകരിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഈ ആയത്തുകളിൽ ആദ്യം ഇണയെ കുറിച്ച് പറഞ്ഞു, പിന്നെ കിടപ്പറയിലെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ റാഹത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തിക്ക് തന്റെ ഇണയെ മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ആശ്ലേഷിക്കുവാനും സ്വകാര്യമായി കിട്ടുന്ന അവസരമാണ് രാത്രിയിലെ അവന്റെ കിടപ്പറ. കിടപ്പറയെ പറഞ്ഞ ശേഷം അല്ലാഹു തൊട്ടടുത്ത് പറയുന്നു, കിടപ്പറയ്ക്ക് കൂടുതൽ സ്വകാര്യത ലഭിക്കുന്ന രാവിന്റെ ഇരുളിനെ കുറിച്ച്. കിടപ്പറയിലെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ കൃത്യമായ വരുമാനം വേണം. അതിനായി തൊട്ടടുത്ത പകലിനെ കുറിച്ച് അവൻ മഈശത്തിന്റെ സമയമാണെന്ന് പറഞ്ഞു. എത്ര മനോഹരം വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കി തരട്ടെ. അങ്ങനൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ രീതികൾ നമ്മൾ അറിയാതെ പോകുന്നു. അല്ലാഹുവിന്റെ രീതികൾ അറിയാതെ പോവാ. ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു പടച്ചു, അതും ഇണകളാക്കി എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെ ആകാശത്തെയും ഭൂമിയും അല്ലാഹു പടച്ചത്?
ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഖുർആൻ തന്നെ അവിടെ പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു പടച്ചതിന്റെ രീതി തന്നെ. ആകാശം പിതാവാണ്, മറക്കരുത്. ഭൂമി മാതാവാണ്. പിതാവിൽ നിന്നും മാതാവിനെ പടച്ചു എന്ന ഏതുപോലെ സയ്യിദുന ആദം അലൈഹിസ്സലാം എന്ന പിതാവിന്റെ അംശമാണ് സയ്യിദത്തുന ഉമ്മുന ഹവ്വ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെയാ അങ്ങനെ ചിന്തിച്ചോടത്ത 1920 ബെൽജിയം ശാസ്ത്രജ്ഞനായ സോറസ് ലിമേറ്റർ പോലും ബിഗ് ബാങ് തിയറിയുമായി ലോകത്തേക്ക് വന്നത് ഇത് സത്യമായതുകൊണ്ടാണ്. 970 കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞ് പിന്നെയും സോറസ് ലിമേറ്റർ എന്ന ബെൽജിയംകാരൻ പറഞ്ഞതിനെ വീണ്ടും ശാസ്ത്രലോകം പൊടിതട്ടിയെടുത്തു. എത്രത്തോളം സ്റ്റീഫൻ ഹോക്കിംഗ് പോലും ഈ അടുത്ത കാലത്ത് അതേക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുമായി വന്നുവെങ്കിൽ ഏതൊരു സിദ്ധാന്തത്തിലേക്കാണോ ആധുനിക സയൻസ് പോയത്, ആ സിദ്ധാന്തത്തിലേക്ക് 14 മുന്നേ ഖുർആൻ വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണത്തിന്റെ അകമ്പടിയോടുകൂടെ അള്ളാഹുവിന്റെ ഖുർആൻ ആശയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ആകാശം എന്ന പിതാവിന്റെ അംശമാണ്, ഭൂമി എന്ന മാതാവ് എന്ന് വിശുദ്ധ ഖുർആൻ. നോക്കാം, ആയത്ത് നോക്കാം, വെറുതെ അല്ല. അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ കാനതാ റതഖാ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. സുബ്ഹാനല്ലാഹ്. ആയത്ത് അവസാനിക്കുന്നത് ഈമാൻ പറഞ്ഞുകൊണ്ട്, അഫലാ യുഅ്മിനൂൻ, ഇനിയെങ്കിലും അവർക്ക് മുഅ്മിനീങ്ങളായി കൂടെ എന്ന് അല്ലാഹു അതിൽ പെടുത്തട്ടെ. ഇത്ര വലിയൊരു സ്വകാര്യത്തെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ പങ്കുവെച്ചിട്ട് ചോദിക്കുക, ഇനിയെങ്കിലും നിന്റെ ഈമാൻ വർദ്ധിച്ചില്ലടോ എന്ന്. അവലം യറല്ലദീന കഫറൂ, നിഷേധ സമൂഹം ചിന്തിക്കുന്നില്ലേ, കാണുന്നില്ലേ, അന്വേഷിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, ഗവേഷണം നടത്തുന്നില്ലേ? ഒരുപാട് അർത്ഥങ്ങളിലേക്ക് പോകുന്ന അറബി വ്യാകരണവും ഇതിന്റെ കൂടെ ചർച്ചയാണ്. അവലം യറല്ലദീന കഫറൂ, നിഷേധ സമൂഹം കാണുന്നില്ലേ എന്ത്? അന്നസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും കാനത്താ റതഖാ, രണ്ടും ഒട്ടിയിരുന്ന ഒരു വസ്തുവായിരുന്നു. ഫഫതഖനാഹുമാ, ആകാശത്തിൽ നിന്നും ഭൂമിയെ വേർതിരിച്ച് മാറ്റി നിർത്തിയത് നാമാണ്. അതൊരു ബാങ്, ഒരു സ്ഫോടനത്തിലൂടെയാ സംഭവിച്ചതെന്ന് ബെൽജിയംകാരൻ പറഞ്ഞപ്പോ ഖുർആൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ഫോടനമായിരുന്നു അത്. 3 × 10⁵ എന്ന പ്രകാശ വേഗതയിൽ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മൈക്രോ സെക്കൻഡ് വേഗതയിൽ, എത്രയോ കോടിക്കണക്കിന്, ഒരു സെക്കൻഡിനെ അംശിച്ചാൽ കോടിക്കണക്കിന് വരുന്ന മിനിമം ടൈമിലാണ് ഈ ബിഗ് ബാങ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഫഫതഖനാഹുമാ, അത് അല്ലാഹുവിനെ കഴിയൂ, നാം ആണത് പിളർത്തിയത്. കണ്ടോ, ഉപ്പയിൽ നിന്നും ഉമ്മയെ പടച്ചു. അത് മനുഷ്യരിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും രഹസ്യങ്ങൾ പറഞ്ഞോടത്ത്. എന്തിനാ ആകാശത്തെയും ഭൂമിയെയും ഞാൻ കൂടുതൽ ഉദ്ധരിച്ചത്? നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ ലോകം ഒന്ന് ആകാശവും ഒന്ന് ഭൂമിയുമാ. അതിനപ്പുറത്തേക്ക് ഈ ദുനിയാവ് എന്ന് പറയുന്ന പരിധിയിൽ നമുക്ക് കാണാനൊന്നുമില്ല. ദുനിയാവിന്റെ രീതി ഇണകൾ ആണ് എങ്കിൽ ആഖിറത്തിന്റെ രീതിയോ? ആഖിറത്തിന്റെ രീതിയും ഇണ തന്നെ. ആഖിറത്തിന്റെ രീതിയും ഇണ തന്നെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. സ്വഹീഹ് മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. ഹബീബ് പഠിപ്പിക്കാവമാ ഫിൽ ജന്നത്തി അഅ്സബ്, ഇണയില്ലാത്തവൻ സ്വർഗ്ഗത്തിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലാണെങ്കിൽ പോലും ഒരു അവിവാഹിതൻ അവിടെ എത്തിയ അള്ളാഹ് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എത്ര പെട്ടെന്ന് ആമീൻ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. സ്വർഗത്തിൽ ചെന്നൊരു കല്യാണം, അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.
ഇണകൾ സ്വർഗത്തിന്റെ അലങ്കാരമാം. ഇണയില്ലാത്ത ലോകമാ സ്വർഗമെന്ന സങ്കല്പത്തിലാ മലയാള സാഹിത്യം ഒരു കാലഘട്ടത്തിൽ നിന്നത്. പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗം. ഇത് പാടിയ ആൾക്ക് മലയാള ഭാഷയുടെ പിതാവെന്ന പദവിയും നമ്മുടെ നാട് നൽകി എന്നുള്ളതാ. ചങ്ങമ്പുഴ നിർണയം എന്നൊരു വാക്ക് പറഞ്ഞത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂപ്പര് നിർണയിച്ചതായിരിക്കാം പെണ്ണില്ലാത്ത ലോകമാ സ്വർഗം എന്ന്. ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവാറുണ്ട്. ചില കുടുംബജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ കുടുംബം സ്വർഗാണ്, അല്ല കുടുംബം നരകവും ആവാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാസുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. ഇണയില്ലാത്തവൻ സ്വർഗത്തിലില്ല. മുഹമ്മദ് നബി ഖുർആൻ അത് അടിവരയിടുന്നു. ഹും വഅസ്വാജുഹും ഫീ വിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവരും അവരുടെ ഇണകളും ചാരിക്കടന്ന് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ, ആ ഉദ്യാനങ്ങളിൽ, അതിന്റെ ശീതള ഛായയിൽ ചാരിക്കടന്ന് ഉല്ലസിക്ക അവരും അവരുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും എന്നുള്ള രീതിയിൽ ഖുർആൻ നമ്മുടെ മുന്നിൽ സ്വർഗത്തിലെ ഇണകളുടെ ഇണക്കത്തെക്കുറിച്ച് എത്ര മനോഹരമായി അവതരിപ്പിക്കുന്നു. ചിന്തിക്കണം, വലിയ അത്ഭുത നമ്മൾ ഒരു ഇണയുമായി കഴിയുന്നു എന്നുള്ളത്. അങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ രീതിയെ കുറിച്ച് ഓർക്കണം. ശവ്വാൽ മാസത്തിൽ വിവാഹങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളാം. ഇവിടെ ഞാനൊന്ന് പറയട്ടെ, നിലവിൽ ഇണകൾ ഉള്ളവരോട് ആദ്യമൊന്ന് പറയട്ടെ. സമയമുണ്ടെങ്കിൽ ഇണയെ തേടുന്നവരോടും പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിലവിൽ ഇണകളുള്ളവരോടൊന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാ നിന്റെ ഭാര്യയോട് നിന്റെ മനസ്സിൽ തോന്നുന്ന അനുരാഗമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രണയം, ഹലാലായ നിലക്കുള്ള പ്രണയം, അള്ളാഹു അനുവദിച്ച പ്രണയം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് ഖുർആൻ. അപ്പൊ പ്രണയത്തിന് വിശുദ്ധിയുമുണ്ട്, പ്രണയത്തിന് അശുദ്ധിയുമുണ്ട്. വിശുദ്ധമായ പ്രണയത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ അള്ളാഹു നിലനിർത്തട്ടെ. മലീമസമാകുന്ന ഇന്നിന്റെ ക്യാമ്പസിൽ നമ്മുടെ പൊന്നാര മക്കളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഇടയിലെ ഇണക്കമുണ്ടല്ലോ, ആ അനുരാഗമുണ്ടല്ലോ, അതിന് അല്ലാഹു ഉണ്ടെന്നതിലേക്കുള്ള തെളിവായി ഖുർആൻ അവതരിപ്പിക്കുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖക്കും മിൻ തുറാബ് സുമ്മ ഇദാ ബശറുൻ തൻതശിറൂൻ വമിൻ ആയാതിഹി أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രധാന ഭാഗ ഭാര്യയോട് തോന്നുന്ന സ്നേഹം പ്രകടിപ്പിക്കുക, ഭർത്താവിനോട് തോന്നുന്ന സ്നേഹത്തെ ഭാര്യ പ്രകടിപ്പിക്കുക. അങ്ങുമിങ്ങുമുള്ള ആ പരസ്പര സ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറാം. അങ്ങനെയാണ് ഇവിടെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കോടിക്കണക്കിന് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വലിയ പ്രധാന ദൃഷ്ടാന്തമാ അൻ ഖലഖലകും മിൻ അൻഫുസികും, നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് പടക്കപ്പെട്ടു, അസ്വാജ, നിങ്ങളുടെ ഇണകളെ. എന്തിനാ നമുക്കൊരു ഇണ? എന്തിനാ ഇണ? ലിതസ്കുനൂ ഇലൈഹ, അവൾ ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാവണം, അവൻ ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവണമെന്ന് പെണ്ണിനോടും. കണ്ടോ, ഇണകൾക്കിടയിലെ ഈ അനുരാഗത്തിന്റെ ഈ സംവിധാനത്തെ അള്ളാഹു വിന്യസിപ്പിച്ചതിന്റെ മനോഹാരിത. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ ധൈര്യം
ഒരു ആണ് അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും സമാധാനവും അവന്റെ ജീവിതത്തിന് കാവൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട് എന്നുള്ളതാണ്. ഒരു പെണ്ണിന് അങ്ങനെ കഴിയോ? പെണ്ണിനെ കഴിയൂ. അതുകൊണ്ടാണ് നെപ്പോളിയൻ പറഞ്ഞത്, വലത് കൈ കൊണ്ട് തൊട്ടിലാട്ടുന്ന അമ്മ ഇടത് കൈ കൊണ്ട് ലോകത്തെ സമാധാനിപ്പിക്കുന്നു, ലോകത്തെ സംരക്ഷിക്കുന്നു. എല്ലാം കൂടി ഒത്തുചേർന്ന് പറയുമ്പോ വിശുദ്ധമായ ഖുർആൻ എന്നേ പറഞ്ഞ കാര്യങ്ങളാ ഇവരൊക്കെ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ പടച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് ഖുർആൻ എത്ര പ്രാധാന്യമുള്ള പദക്രമീകരണമായി ആയത്തിൽ അള്ളാഹു കൊണ്ടുവന്നത്. മിൻ ഔഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലോ, ഈ പ്രയോഗം ആർക്ക് വേണ്ടിയാ ഖുർആൻ മറ്റൊരിടത്ത് കൊണ്ടുവന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രയോഗം ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി കൊണ്ടുവരികയാ. എവിടെയാ അല്ലാഹു നബിയെ കുറിച്ച് ആ പ്രയോഗം പറഞ്ഞിട്ടുള്ളത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വവുമായി തീരേണ്ട മുഹമ്മദ് നബി, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അല്ല, അല്ലാഹുവിലേക്കുള്ള ആദ്യത്തേത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും. ആ നബിയോട് നമുക്ക് എത്ര കണ്ട ആത്മീയ പ്രതിബദ്ധതയുണ്ടോ അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എന്ന പ്രയോഗമാ ഭാര്യയെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ എത്ര വലിയ ആത്മീയമായ വീക്ഷണമാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഇടയിൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടോ മുത്തുനബിയാകട്ടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വന്നിരിക്കുന്ന മുത്തുനബിയോടുള്ള സ്നേഹം എങ്ങനെയാവണം? ഖുർആൻ തന്നെ പറയട്ടെ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് അവന്റെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും മുഖ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അപ്പോൾ അതൊരു ആത്മീയമായ ഒരു വലിയ കാര്യമാണ് എങ്കിൽ ആ ആത്മീയ ബോധം നിന്റെ ഭാര്യയോടുള്ള സ്നേഹപ്രകടനങ്ങളിൽ ഉണ്ടാവണം, നിന്റെ ഭാര്യയോടുള്ള സത്യസന്ധതയിൽ ഉണ്ടാവണം. അങ്ങനെയല്ലേ പഠിപ്പിച്ചത് ഹബീബായ നബി തങ്ങൾ, അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ മുആവിയത്തുൽ ഖുറൈശി തങ്ങൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചില്ലേ, ഇമാം അബൂ ദാവൂദ് സുനനിൽ ഉദ്ധരിക്കുന്നു റളിയല്ലാഹു അൻഹുമാ. മുആവിയ തങ്ങൾ വന്നിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ തഖൂലു ഫീ നിസാഇന, ഞങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് അങ്ങ് എന്താ പറയുന്നത് നബിയെ? ഞങ്ങൾ എന്താ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? പഠിച്ചോ, ഇണകളുള്ളവര് പഠിച്ചോ. മുസ്ലിം ഉമ്മത്ത് ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ കല്യാണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇണകൾക്കിടയിൽ അല്ലാഹുവിന്റെ ദീൻ വെച്ചിരിക്കുന്നതായ സങ്കല്പവും ആ താല്പര്യവും എത്ര പ്രാധാന്യമുള്ളതാണെന്നറിയാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പഠിച്ചോ. ഹബീബിന്റെ സ്വഹാബി ചോദിക്കാൻ, നബിയെ മാ തഖൂലു ഫീ നിസാഇനാ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത് നബിയെ? ഭാര്യമാരോട് ഞങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച്, ഭാര്യമാരുടെ കാര്യത്തിൽ അങ്ങേക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ഇമൂഹുന്ന മിമ്മാ തഅകുലൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ സൗകര്യാർത്ഥം എവിടെങ്കിലും നിന്ന് സംഘടിപ്പിച്ച് കഴിക്കുന്നുവെങ്കിൽ അതുപോലത്തെ ഒരു സംവിധാനം നിന്റെ ഭാര്യക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിന്റെ വീട്ടിൽ നീ ഒരുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. തുപ്പലിറക്കി നടക്കാന്നൊരു ചൊല്ലുണ്ട്. എന്നിട്ടോ പുറത്തു പോയി നല്ല തട്ട് തട്ടും. വീട്ടിലാണെങ്കിലോ ഒരു കറിയുമില്ല, ഭക്ഷണത്തിലാണെങ്കിൽ വലിയ പുരോഗതി ഒന്നുമില്ലാത്ത ചില മിടുക്കം ഭർത്താക്കന്മാരുണ്ട്. തിരുത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ
നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അത് കഴിക്കുമ്പോൾ ആഗ്രഹമുണ്ടെങ്കിലും അതൊന്ന് തുറന്നു പറഞ്ഞാൽ പ്രിയപ്പെട്ടവനെ വിഷമിപ്പിക്കലാവോ എന്ന് കരുതി കഴിയുന്ന വീടിന്റെ അകത്തുള്ള നിന്റെ പ്രാണസഖിയുണ്ടല്ലോ, അവളോടുള്ള ഇഷ്ടത്തിന്റെ പ്രകടനമായി അതുപോലത്തെ ഒരു ഭക്ഷണ സംവിധാനം അവളുടെ ആശ തീർക്കാൻ നിന്റെ വീടിന്റെ അകത്ത് നീ ഒരുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓവറാക്കരുത് എന്നേ ഉള്ളൂ. ആവശ്യാർത്ഥം ഒരാഴ്ചയിൽ ഒരിക്കൽ ഇറച്ചിയൊക്കെ വാങ്ങി കൊടുക്കുക, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഇടക്ക് ഒന്ന് സംവിധാനിക്കുക. അതൊക്കെ ഭർത്താക്കന്മാരെ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. ഇതാണ് ദാമ്പത്യം. ദാമ്പത്യം അതാണല്ലോ ദാമ്പത്യം. രണ്ടും സംസ്കൃത വാക്കുകളാ. ദം ദാനം ചെയ്യാ, പത്യം പരസ്പരം സ്നേഹിക്കുക. ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ദാമ്പത്യം എന്ന പദം നിഷ്പന്നമായത്. അതാണല്ലോ അതിന്റെ ആ പദാടിസ്ഥാനം. അങ്ങനെയല്ലേ ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ. അങ്ങനെ ആവാതെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സഹാബി കാത്തു നിൽക്കുന്നു. ഇനിയും എന്റെ പെണ്ണിന് വേണ്ടി അങ്ങേക്ക് എന്താ പറയാനുള്ളത് നബിയെ? ഹബീബ് പഠിപ്പിച്ചു, വക്സുഹുന്ന മിമ്മാ തക്തസൂൻ. ആവശ്യമായ സന്ദർഭമാണ്. നിന്റെ ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വാങ്ങേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ഓവറാക്കാൻ പാടില്ല. ആ സമയത്ത് നീ ഒരു വസ്ത്രം വാങ്ങുന്നു, നിന്റെ ഭാര്യക്ക് ആഗ്രഹമുണ്ട്, ചോദിക്കുന്നില്ല, അവളെ പരിഗണിക്കണം. ആവശ്യമായ സന്ദർഭത്തിൽ നീ വസ്ത്രം വാങ്ങുമ്പോൾ നിന്റെ പെണ്ണിന് വേണോ എന്ന് ചോദിക്കണം. വേണമെങ്കിൽ നീ വാങ്ങിക്കൊടുക്കണം. നിന്റെ കടമയാണ് നിന്റെ ഭാര്യയോടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോട്ടോ, വലാ തദ്രിബൂഹുന്ന, അവരെ അടിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ തല്ലാൻ പാടില്ല. അപ്പൊ തല്ലാന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ജലദോഷം വരുമ്പോ തന്നെ വെന്റിലേറ്റർ കയറ്റാറില്ലല്ലോ. അതിനൊരു സന്ദർഭം വരുമ്പോഴല്ലേ. അതിനുള്ള പറയപ്പെട്ടിട്ടുള്ളതായ നിബന്ധനകളൊക്കെ പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷം അതിന് തല്ലാനുള്ള ക്വാളിറ്റി നിനക്ക് ഉണ്ടെങ്കിൽ തല്ലാം. അതൊക്കെ എത്രയോ അസംഭവ്യമായ കാര്യങ്ങളാണെന്നറിയോ? കാരണം എന്താ? മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി അഹദൻ ഖത്തു എന്ന് സയ്യിദത്തുനാ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ. 11 സ്ത്രീകളുടെ ഭർത്താവായി ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു പെണ്ണിനെയും തല്ലേണ്ടി വന്നിട്ടില്ല, തല്ലിയിട്ടില്ല. തല്ലാമായിരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ തല്ലിയിട്ടില്ല. അതാണ് ക്വാളിറ്റി. എവിടെയാ ഒരു പുരുഷൻ പുരുഷനാവാം? ചിന്തിക്കുക. വിശുദ്ധ ഖുർആനും ഹദീസുകളും പരതിയാൽ നമുക്ക് മനസ്സിലാവുന്നു, ആണിന്റെ ആണത്വം എന്നത് അടിച്ചമർത്തലിലല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒന്ന് പിരിച്ചു വെച്ചാൽ, മീശയൊക്കെ ഒന്ന് പിരിച്ച് കയ്യൊക്കെ ഒന്ന് കയറ്റി വെച്ചാലാണ് ആണാവൂ, കണ്ണൊക്കെ ഒന്ന് ചോപ്പിച്ചാൽ ആണാവൂ, വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഒന്ന് മിണ്ടാതിരുന്നാലാണ് ആണാവൂ, അല്ലെ കുട്ടികളൊന്ന് ശകാരിച്ചാൽ ആണാവൂ. അല്ല, അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും എടുത്ത് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു പുരുഷൻ ആണാവുന്നത് അടിച്ചമർത്തുമ്പോഴല്ല, അവൻ ആദരവ് പിടിച്ചു പറ്റുമ്പോഴാ അവൻ ആണായിത്തീരാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തന്നെ ആദരിക്കാൻ തോന്നണം, ഭാര്യക്ക് തോന്നണം, തന്റെ മക്കൾക്ക് തോന്നണം. ആ അവസ്ഥയിലെത്തുമ്പോഴാ ഹദീസ് തുടരട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുതേ. ഇണക്കത്തിന്, നമുക്കിടയിലുള്ള സൗഹാർദ്ദത്തിന്, സ്നേഹത്തിന് അതൊരു വലിയ വിള്ളലായി, ഒരു വലിയ കറുത്ത അടയാളമായി അവശേഷിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയെ തല്ലല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. ചിലത് രണ്ടര കിട്ടിയാലേ ശരിയാവുള്ളൂ, അത് ഇതിന്ന് ഒഴിവാണ് കേട്ടോ. അത് ആ സന്ദർഭം പോലെ പറഞ്ഞ നിബന്ധനകളെത്താൽ കൊടുക്കേണ്ട വന്ന കൊടുക്കണം. അങ്ങനെയുണ്ട്. വെളിഞ്ഞിൻ കയ്യിലായി കഴിഞ്ഞാൽ സോപ്പിട്ട് കഴിയാൻ പോല, തിരും മണ്ണെണ്ണ തേക്കേണ്ടത് തേച്ചേ പറ്റൂ. അത് ഇതിന്ന് ഒഴിവാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ സാധാരണ സാഹചര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെയോ ഇനിയും പറയുന്നു സഹാബിയോട്, തല്ലരുതേ എന്ന് പറഞ്ഞോടത്ത് തീരുന്നില്ല. നിന്റെ ഭാര്യക്കുണ്ട് ഒരു അഭിമാനം. എന്നിട്ടോ വലാ തുഖബ്ബിഹൂഹുന്ന, ഒരു സദസ്സിലിട്ട് സഭയിലിട്ട് നിന്റെ ഭാര്യയെ നീ കളിയാക്കല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് രണ്ട് വർത്താനം പറയാൻ നിനക്ക് തോന്നിയോടുത്ത് വെച്ച് തോന്നിയത് പറയലല്ല, ആണത്തം പാടില്ല. നിന്റെ ഇണയോട് നിനക്കുള്ള കടപ്പാടിൽ അവളെ സഭ മാനിച്ചുകൊണ്ട് നീ അവളോട് സഭ്യമായി വർത്തമാനം പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ അസഭ്യമായ വാക്കുകളുടെ പ്രയോഗങ്ങൾ കുടുംബജീവിതത്തിന്റെ ഇന്നത്തെ നിലവാരത്തെ താഴേക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കളവും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വാക്കുകളുടെ പ്രയോഗം
ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കൊച്ചുമക്കൾ പറയുന്ന ആ വലിയ വലിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കുടുംബത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി പോവാ. വൈവാഹിക ജീവിതത്തിന്റെ ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ ഇണകളിലെ ഇണക്കത്തിന് അള്ളാഹുവിന്റെ ദീൻ കൊടുത്ത പ്രാധാന്യം, ആ ഗൗരവമായ ചർച്ചയെക്കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് ഹ്രസ്വമായ നമ്മുടെ വാക്കുകളെ അള്ളാഹു എത്തിച്ചു തരുമാറാമട്ടെ.